സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുമ്പോൾ അതിന്റെ പ്രിന്റിങ്ങിന് ആവശ്യമായ, അതിന്റെ അച്ചടിക്ക് ആവശ്യമായ തുകയുടെ ഇനത്തിൽ നിന്നും കമ്മീഷൻ പറ്റാൻ സാധിക്കും. അവസാന നിമിഷത്തിൽ തിരക്കുണ്ടാക്കി പാഠപുസ്തകം തയ്യാറായിട്ടില്ല, സർക്കാർ പ്രസ്സുകളിൽ തിരക്കാണ്, KPBS സമയത്തിന് നൽകാൻ സാധിക്കില്ല, അതുകൊണ്ട് മന്ത്രിസഭ അടിയന്തരമായി യോഗം ചേർന്നിരിക്കുന്നു. എന്നിട്ട് മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നു, സ്വകാര്യ പ്രസാധകർക്ക് പുസ്തകം പ്രിന്റ് ചെയ്യാനുള്ള അനുമതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ കമ്മീഷൻ പറ്റാനുള്ള വളരെ കൃത്യമായ, വളരെ ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ പുസ്തകം അച്ചടിക്കാൻ വൈകിയത് എന്ന് ക്യാമ്പസ് ഫ്രണ്ട് മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോട്, കേരളത്തിലെ സർക്കാരിനോട് പറയാനുള്ളത്, ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ടല്ല, അവരുടെ അക്ഷരം പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടല്ല നിങ്ങൾ തുച്ഛമായ രാഷ്ട്രീയപരമായ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന, നിങ്ങൾക്ക് മറ്റു വല്ല ബിസിനസ്സിലും റോഡുണ്ടാക്കുന്നതിൽ നിങ്ങളെ അഴിമതി നടത്തിക്കോളൂ, കച്ചവടം നടത്തിക്കോളൂ. പക്ഷേ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് അവരുടെ ഭാവി കൊണ്ട് നിങ്ങൾ പകിട കളിക്കുന്ന ഈ പകിടകളെ അവസാനിപ്പിക്കണമെന്നാ പറയുന്നത്. എത്ര നിരുത്തരവാദപരമായിട്ടാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തോട് നുണ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു പാഠപുസ്തകം 4% അച്ചടിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി അച്ചടി നിർത്തിവെക്കാൻ സർക്കാർ പ്രസ്സുകളോട് ആവശ്യപ്പെട്ടത്? എന്തിനാ? ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ മന്ത്രിവർഗം നമ്മളോട് പച്ചയ്ക്ക് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളുടെ, അടിസ്ഥാന സമൂഹത്തിന്റെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന ഭരണകൂട താൽപര്യങ്ങൾക്കെതിരെ, ഭരണകൂട നിലപാടുകൾക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ശബ്ദമുയർത്തിയേ പറ്റൂ. കേരളത്തിലെ പൊതുസമൂഹം ശബ്ദമുയർത്തിയേ പറ്റൂ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്ന. അവസാനം കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകമില്ല, അധ്യാപകരെന്താ സ്കൂളിൽ പഠിപ്പിക്കുക? മായാവിയുടെ കഥ പറയേണ്ടി വരും, ഡിങ്കന്റെ കഥ പറയേണ്ടി വരും. കാരണം എന്താ? അതേ നിവൃത്തിയുള്ളൂ. കുട്ടികൾക്ക് ഓരോ ആഴ്ചയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പീരീഡുകളിൽ അധ്യാപകര് അവരവരുടെ ഭാവനക്കനുസരിച്ച് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകള് ക്ലാസ് മുറികളിൽ കാണാൻ സാധിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് പറയുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് വളരെ പ്രതീകാത്മകമായ ഒരു സമരം പ്രഖ്യാപിച്ചത് ഈ പശ്ചാത്തലത്തിലാ. ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞങ്ങൾ കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഇതുപോലെ ബാലപ്രസിദ്ധീകരണങ്ങൾ ശേഖരിക്കുകയാ. മായാവിയുടെയും ഡിങ്കിന്റെയും ലുട്ടാപ്പിയുടെയും കുട്ടൂസിന്റെയും ശിക്കാരി ശംഭുവിന്റെ ഒക്കെ കഥകൾ ശേഖരിച്ച് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനുള്ള തീരുമാനത്തിലാ. ജൂൺ 11 തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുകയാണ്, പുസ്തക മാർച്ച്. ബാലപ്രസിദ്ധീകരണങ്ങൾ കേരളത്തിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകര് സെക്രട്ടേറിയറ്റിലേക്ക് ബാലപ്രസിദ്ധീകരണങ്ങളുമായി മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ അബ്ദുൾ റബ്ബിന് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പുസ്തകങ്ങള്. അദ്ദേഹമെങ്കിലും ഇത് വായിച്ചു പഠിക്കട്ടെ. എന്തൊരു വിരോധാഭാസമാണിത്! വലിയ വലിയ കച്ചവടത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ ഇതിലും ഭീകരമായ അഴിമതി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറിക്കും SCERT ആണ് പുസ്തകം പ്രിന്റ് ചെയ്ത് നൽകേണ്ടത്, അതും തയ്യാറായിട്ടില്ല. പകരം ഓരോ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും തിണ്ണയിൽ നമുക്കറിയാം വരാന്തകളുടെ സ്വകാര്യ പുസ്തക പ്രസാധകര് കയറി നിരങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്നെ ശ്രമിക്കുന്ന രക്ഷിതാക്കൾക്കറിയാം, മക്കള് വീട്ടിൽ വന്ന് ചോദിക്കാറുണ്ട്, +1 പുസ്തകം വന്നിട്ടുണ്ട്, അതിന് കാശ് വേണം. 60 രൂപയ്ക്ക് സർക്കാർ വക പ്രിന്റ് ചെയ്ത് നൽകുന്ന പുസ്തകങ്ങള് സ്വകാര്യ കമ്പനികള് 140 രൂപയ്ക്കും 160 രൂപയ്ക്കുമാണ് വിൽപ്പന നടത്തുന്നത്. സാധാരണക്കാരായ കുട്ടികളെ, സാധാരണക്കാരായ രക്ഷിതാക്കളെ പിഴിയാനുള്ള ഒരു ശ്രമം സ്വകാര്യ പ്രസാധകർക്ക് വാതിൽ തുറന്നിട്ടുകൊണ്ട് സർക്കാർ കാണിക്കുന്ന ഈ അപകടകരമായ ഈ ഇരട്ടത്താപ്പ്, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറുവശത്ത് വിദ്യാർത്ഥി സമൂഹം മൗനികളാ. ഇപ്പൊ ഇന്ന് ഒരു വിദ്യാർത്ഥി സംഘടന സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ വിദ്യാർത്ഥി സംഘടനയുടെ സമരത്തിന്റെ ശൈലി? എന്താ? പഠിപ്പ് മുടക്ക് സമരം. കുട്ടികൾക്ക് സ്കൂളിൽ ചെന്നാൽ പഠിക്കാൻ പുസ്തകമില്ല, പല നിലക്കും അവരുടെ പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് മണ്ടന്മാരായ ചില വിദ്യാർത്ഥി സംഘടനകളെ തീരുമാനമെടുത്തിരിക്കുന്നു, പഠിക്കാൻ പുസ്തകമില്ലാത്തതിൽ പ്രതിഷേധിച്ച് സ്കൂളുകളിലെ പഠിപ്പ് മുടക്ക് സമരം. നിങ്ങൾ ഏത് വിദ്യാർത്ഥി സംഘടനയെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഏത് വിദ്യാർത്ഥികളെയാണ് പ്രതിനിധീകരിക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി അക്ഷരം പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചിട്ട് എന്ത് വിദ്യാർത്ഥിത്വത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നില്ല, പഠിക്കാൻ പുസ്തകമില്ല, അവതാളത്തിലായി പോയ ഒരു സമ്പ്രദായത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി കുട്ടികളെ സ്കൂളുകളിൽ നിന്നും മാറ്റിവിടുന്നു. ഇവിടെ പഠിക്കാൻ പറ്റില്ല എന്നിട്ട് പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിക്കുന്നു. ആഭാസകരമാണ് ഈ സമരം.
അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് സ്കൂളുകളിലാ പഠിപ്പ് മുടക്ക് സമരം നടക്കുന്നത്? ഗവൺമെന്റ് സ്കൂളുകളില്, എയ്ഡഡ് സ്കൂളുകളില്, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് പഠിപ്പ് മുടക്ക് സമരം നടക്കുന്നത്. സ്വകാര്യ മാനേജ്മെന്റിന്റെ കുത്തകകളുടെ സ്കൂളുകളില്, തൊഴിലുറത്തവന്റെയും പണക്കാരന്റെയും മക്കൾ പഠിക്കുന്ന സ്കൂളുകളില് ഒരു പഠിപ്പ് മുടക്ക് സമരവുമില്ല. നേതാക്കളുടെ മക്കൾ സുഖസുന്ദരമായി വലിയ വലിയ മാനേജ്മെന്റുകളുടെ കുത്തകകളുടെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിപ്പ് മുടക്ക് സമരവുമായി പോകാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നാണമില്ലേ? ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത്. പഠിക്കുന്നവന്റെ രാഷ്ട്രീയമാണ് ക്യാമ്പസ് ഫ്രണ്ട് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, വിദ്യാർത്ഥികളുടെ പഠനം മുടക്കിയിട്ടില്ല, അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടത് പ്രതീകാത്മകമായ സമരത്തിനാണ് ക്യാമ്പസ് ഫ്രണ്ട് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇത് ഒരു സമരാഹ്വാനത്തിന്റെ തുടക്കമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അപ്പാടെ കുളമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു വാക്കുപയോഗിക്കുകയാണെങ്കിൽ മണ്ണും ചാണകവുമല്ലാത്ത രീതിയിൽ നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രിയെ എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ വച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒരു ഗുണവുമില്ല. 10ാം ക്ലാസ് പരീക്ഷാഫലം വന്നു. പരീക്ഷാഫലം വന്നത് മുതൽ തന്നെ വിവാദങ്ങളാണ്, പഠനവും വിവാദമാണ്. ആകെ വിവാദത്തിൽ മുങ്ങിയിട്ട് കേരളത്തിലെ സംസ്കാര സമ്പന്നമായ വിദ്യാസമ്പന്നമായ സാക്ഷര കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, നമ്മുടെ മൂല്യബോധത്തെ അപ്പാടെ വ്യഭിചരിക്കുന്ന, അപ്പാടെ ഇല്ലാതാക്കുന്ന, അപ്പാടെ പേരുദോഷം വരുത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, അത് കേരളത്തിന് നാണക്കേടാണെന്ന് ക്യാമ്പസ് ഫ്രണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന് നാണക്കേടാണ്, അതിനൊത്താശ ചെയ്യുന്ന കേരളത്തിലെ സർക്കാർ നമ്മളോട് കള്ളം പറയുകയാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ പൗരസമൂഹം വളരെ ഗൗരവത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ക്യാമ്പസ് ഫ്രണ്ട് മനസ്സിലാക്കുന്നത്. കാരണം ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഓണപ്പരീക്ഷയാവും മിക്കവാറും സ്കൂളുകളിൽ പാഠപുസ്തകം എത്താൻ. അവസാനം ഓണപ്പരീക്ഷ തട്ടിക്കൂട്ടി നടത്തും. ഈ പരീക്ഷാ കാലയളവിൽ കുട്ടികൾക്ക് പഠിക്കാനൊന്നുമില്ല. അവസാനം 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം വരുമ്പോ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു, ചവിട്ടിക്കൂട്ടി പാസ്സാക്കി. പേരെഴുതാൻ അറിയാത്തവൻ സ്കൂളുകളിൽ പാസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നു. ഈ ആക്ഷേപം നമ്മുടെ പൗരസമൂഹത്തിന് അപമാനമാണ്. ഈ നിലപാടുകളിൽ നിന്ന് ഭരണകൂടം പിന്തിരിയേണ്ടതുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് പിന്തിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കെടുകാര്യസ്ഥത കൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ കുളമാക്കുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് മാറ്റം വരാൻ കേരളത്തിന്റെ പൗരബോധം, പൗരസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമോ വോട്ട് ബാങ്കോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ ഭാവിയിലെ വിദ്യാർത്ഥികളുടെ പഠനവും അവരുടെ നിലവാരവുമാണ്. അതിനുവേണ്ടി ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ നടത്തുന്ന ജനകീയമായ പ്രക്ഷോഭത്തിൽ, പ്രതീകാത്മകമായ ഇത്തരം പ്രക്ഷോഭങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട്, എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ക്യാമ്പസ്.